വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SLC മക്കൾക്ക് സോഷ്യൽ സയൻസ് പരീക്ഷയിൽ 2 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണ് നിർഭയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട്. 2 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗം ചോദിക്കാൻ സാധ്യത. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 5-6 പോയിന്റ് അത് പഠിച്ചാലോ. നിർഭയ പ്രസ്ഥാനം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. അപ്പോൾ എവിടെയാണ്? ഡൽഹിയിലാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം എന്നാണ് 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമണത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. സ്ത്രീകൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 നിർഭയ നിയമം എന്നറിയപ്പെടുന്നു. ലൈംഗികാതിക്രമ കേസുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതികൾ എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിർഭയ പ്രസ്ഥാനം? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത് നല്ല ഫലപ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് കൂടി എൻ്റെ മക്കൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, താങ്ക്